നമസ്കാരം. രാജ്യം കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരെയും അയോധ്യ രാമക്ഷേത്രത്തിന് നേരെയും ബോംബ് ഭീഷണി ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ ഭീഷണി മുഴക്കിയ 2 പേർ പിടിയിലായിരിക്കുകയാണ്. ലക്നൌവിലെ ഗോമതി നഗർ സ്വദേശികളായ തഹർ സിംഗ്, ഓം പ്രകാശ് എന്നീ യുവാക്കളെയാണ് UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘം പിടികൂടിയത്. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു യുവാക്കൾ ബോംബ് ഭീഷണി മുഴക്കിയത്. വ്യാജ അക്കൗണ്ടിലൂടെയാണ് യുവാക്കൾ ബോംബ് ഭീഷണി മുഴക്കി പോസ്റ്റ് ഇട്ടത്. ഇതിനായി 2 വ്യാജ ഇമെയിൽ വിലാസങ്ങളും യുവാക്കൾ നിർമ്മിച്ചിരുന്നു. ഇമെയിൽ വിലാസങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാനായത്. വ്യാജ ഇമെയിൽ വിലാസങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും വൈഫൈ റൂട്ടറും അന്വേഷണ സംഘം കണ്ടെടുത്തു. വ്യാജ എക്സ് അക്കൗണ്ടും ഇമെയിൽ വിലാസങ്ങളും നിർമ്മിച്ചത് തഹർ സിംഗ് ആയിരുന്നു. അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതും ബോംബ് ഭീഷണി മുഴക്കി പോസ്റ്റ് ഇട്ടതുമെല്ലാം ഓം പ്രകാശ് ആയിരുന്നു. ഗോണ്ട്വാ സ്വദേശികളായ പ്രതികൾ ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി ചെയ്തിരുന്നതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അതേസമയം സമൂഹ മാധ്യമത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതവിദ്വേഷ പ്രചാരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. ഝാൻസിയിലെ മുക്കറിയ സ്വദേശി സിബ്രാൻ മക്രാനിയാണ് ഉത്തർപ്രദേശ് ATS പിടികൂടിയത്. സമൂഹ മാധ്യമങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളിലാണ് ഇയാൾ തർക്കമന്ദിരം തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്ന തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചത്. IPC സെഷൻ 153A, 505 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഝാൻസിയിലെ മദ്രസയിൽ നിന്ന് ഇയാൾ 3 വർഷത്തെ ഖുറാൻ ബിരുദവും നേടിയിട്ടുണ്ടെന്ന് ക്രമസമാധാന പരിപാലന ചുമതലയുള്ള ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് എല്ലാ തരത്തിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ തുടങ്ങിയവ പങ്കുവയ്ക്കുന്നവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.